ഹായ് ഗൈസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഫ്ലഡ് വണ്ടിയുടെ കാര്യങ്ങളൊന്നും പണിയൊന്നും വർക്കൊന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് വണ്ടികൾ ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ വർക്കിംഗ് പ്രോഗ്രസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാണ്. കുറച്ച് ദിവസമായി ഫ്ലഡ് വണ്ടിയുടെ ഏരിയയിൽ വന്നിട്ട്. അപ്പോൾ കുറേ വണ്ടികൾ ചെയ്യേണ്ട ഇതിപ്പോൾ ഇക്കോ ആണ്, മാരുതി ഇക്കോ. അതുപോലെ നമ്മുടെ അന്ന് ഞാൻ റിമൂവ് ചെയ്ത i20 കഴിഞ്ഞിട്ടില്ല. സംഭവം ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഓണായി, പക്ഷേ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അല്ല, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. സാധനം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. പിന്നെ പക്ഷേ സെൽഫ് കാര്യങ്ങൾ അടിച്ചു, വേറെ യൂണിറ്റ് വെച്ചിട്ട് സെൽഫ് കാര്യങ്ങളൊക്കെ അടിച്ച് വർക്കിംഗ് ആണ് സംഭവങ്ങൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വിഫ്റ്റ് ഉണ്ട്, ഞാൻ എടുത്തൊരു പിക്കപ്പ് ചെയ്ത സ്വിഫ്റ്റ് നിൽക്കുന്നുണ്ട്. അതുപോലെ ഡിസയർ ഉണ്ട്. അതുപോലെ i20 വേറൊരു എലൈറ്റ് i20 വന്നിട്ടുണ്ട്, i20 എലൈറ്റും വന്നിട്ടുണ്ട് വേറെ. പിന്നെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ മാരുതി ഇക്കോ ആണ്. ഇതിനിപ്പോൾ സാധനങ്ങൾ എല്ലാം സ്റ്റാർട്ടിങ് കണ്ടീഷനിലായിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ BCM യൂണിറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ജനറൽ സർവീസ് ചെയ്യുമ്പോൾ സ്പാർക്ക് പ്ലഗ്, പിന്നെ ഓയിൽ ഫിൽറ്റർ, ഓയിൽ, അതുപോലെ തന്നെ പെട്രോൾ ഫിൽറ്റർ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്ലഡ് വണ്ടികളായതുകൊണ്ട് ഫ്ലഡ് വണ്ടികൾ എടുക്കണ്ടെന്നൊന്നും അങ്ങനെ ഒരു ഇതൊന്നും വേണ്ട കേട്ടോ, കുഴപ്പമില്ല. നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണ വണ്ടികളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഓടും, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ഇത് സ്വിഫ്റ്റ് ഡിസയർ ടൂറാണ് വണ്ടി. ഇത് ടൂറ്, ഇത് വർക്കിംഗ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് കഴിഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിങ് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് അതിൻ്റെ ബോണറ്റും തുറന്ന് നോക്കാം. ഇതിപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് പാസ്സാകാൻ വേണ്ടിയിട്ട് ഒരു ഓതറൈസ്ഡ് സെൻറ്ററിലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് തുരുമ്പിടിച്ച് തുടങ്ങി. അത് നമുക്ക് ഇൻഷുറൻസ് പാസ്സാവാനായിട്ട് ഇതിൽ കിടക്കുമ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വരാൻ സാധ്യത കൂടുതലുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് മെനക്കാൻ നോക്കുക. അടുത്തൊരു ഡിസയറാണിത്. ഇത് കംപ്ലൈൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BCM യൂണിറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മളുടെ വയറിംഗ് കിറ്റ് ഉണ്ടല്ലോ, വയറിംഗ് കിറ്റിന് കംപ്ലൈൻറ്റ് വന്നു. എൻ്റെ വയറിംഗ് കിറ്റ് ഫുള്ളായിട്ട് മാറി. ഫുള്ളായിട്ട് പറഞ്ഞാൽ ഇൻസൈഡിലുള്ള വയറിംഗ് കിറ്റാണ്. എന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ BCM യൂണിറ്റ് മാറി, പക്ഷേ വേറെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ BCM യൂണിറ്റ് വർക്ക് ചെയ്യിപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ BCM യൂണിറ്റൊക്കെ കറക്റ്റായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ കുത്തുമ്പോൾ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വയറിംഗ് കിറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇൻസൈഡിലെ വയറിംഗ് കിറ്റ് ഫുള്ളായിട്ട് മാറി. നമ്മൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. സ്റ്റാർട്ടിങ് ചെയ്യാനായിട്ട് ഫിറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് സ്റ്റാർട്ട് എന്തായാലും ചെയ്യാം. ഇതാണ് അതിൻ്റെ നമ്മളൊരു കീ സെറ്റിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ വരുന്ന ഒരു പോർഷനാണ്. നമ്മൾ മറ്റേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുത്തിപ്പൊറിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാകും. പക്ഷേ ഇമ്മൊബിലൈസറിൻ്റെ ഈ ഒരു കണക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് സ്റ്റാർട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് അടിക്കും കേട്ടോ വണ്ടികൾ. ഇതിപ്പോൾ നമ്മൾ ഇതുമ്പോൾ ജോയിൻ്റ് ചെയ്യും, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാറ്ററി കണക്ഷൻ ഓക്കെയാണ്. വേറെ വണ്ടിയുടെ ബാറ്ററി വെച്ചാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്യാമറ ഞാനൊരു കല്ലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പിടിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് കാര്യം, ഇതിപ്പോൾ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ടില്ല, അതിന് ഇങ്ങനത്തെ സൗണ്ട് വരുന്നത് കേട്ടോ. ക്ലസ്റ്റർ വർക്കിംഗ് ആണ്.
നിങ്ങൾ കണ്ടു. ഞാൻ ഓഫ് ചെയ്യാം. അപ്പോൾ കീയുടെ സെറ്റപ്പ് ഇത്ര ഉള്ളൂ കേട്ടോ. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക, ഇവിടെ ടൈറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് അടുത്ത വണ്ടിക്ക് പോവാം. അടുത്ത വണ്ടി നമ്പർ ഞാൻ കാണിക്കല്ലേ. അടുത്ത വണ്ടി ഇതാണ്, എർട്ടിക തന്നെയാണ്. ഇതിപ്പോൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞു, വർക്കിംഗ് എല്ലാം ആണ്. ഹെഡ്ലൈറ്റ് പോയിരുന്നു, ഹെഡ്ലൈറ്റ് വെള്ളം കയറിയാകെ പോയിരുന്നു. ഇനി നമ്മൾ ഇതിപ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലാണ്. ഇതും ഫിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചാവി കിട്ടിയിടാം. ഓക്കെ, ഇതാണ് സ്റ്റീറിങ്ങിൻ്റെ കോളം കേട്ടോ. അപ്പോൾ സ്റ്റീറിങ്ങിൻ്റെ കോളം ചാവി കയറ്റി. ഓക്കെ, പമ്പൊക്കെ ഉണ്ട്. ക്ലസ്റ്റർ ഫിറ്റ് ചെയ്തല്ല, അപ്പോൾ അറിയാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രലാണോ നോക്കണം കേട്ടോ. ന്യൂട്രലായിരുന്നു ഭാഗ്യം. സ്റ്റാർട്ടാണ്. വണ്ടി മനസ്സിലായില്ലേ? എർട്ടിക ഉണ്ട്. എർട്ടിക പെട്രോളാണ്. ഫിറ്റിങ് ബാക്കിലൊക്കെ കഴിഞ്ഞു. ഫ്രണ്ടിൽ ഞാൻ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയില്ലേ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ. അടുത്തതും ഒരു നമ്മുടെ i20 ലൈറ്റാണ്. ഇതിൻ്റെയും ഫിറ്റിങ് കാര്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫിറ്റിങ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല, വണ്ടി വന്നിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇത് റിമൂവും കാര്യങ്ങളും വാഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് അതിൻ്റെ ഇൻസൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് ആയിട്ടില്ല, വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. i20 ലൈറ്റ് കേട്ടോ. സംഭവം കണ്ടോ, ബാക്കിലേക്ക് AC-യുടെ കൂളിംഗ് കൊടുക്കാനായിട്ടുള്ള ഇത് കേട്ടോ. ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്ററി എടുക്കാം. ബാറ്ററി എടുക്കുന്ന വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് വേറൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആ വണ്ടി നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. കീ കിട്ടിയിട്ടുണ്ട്, സ്മാർട്ട് കീ ആണ്. ഈ സംഭവമേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് കീ ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ യൂണിറ്റിന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംഭവം സെൽഫ് അടിച്ചു, സ്റ്റാർട്ടിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു യൂണിറ്റ് ശരിയായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ആളിന്ന് വിളിച്ചിരുന്നു, അത് കാരണമുള്ള വീഡിയോ അല്ല കേട്ടോ. അതിപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒന്ന് എന്തായാലും ഇതെല്ലാം ഒന്ന് അറിയിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ നമുക്ക് ക്ലസ്റ്റർ ഇപ്പോൾ ഒന്നും കാണില്ല. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട, ഡോറിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. പോസ് ചെയ്യുമ്പോൾ ഇനി നമുക്കൊന്ന് സ്മാർട്ട് കീയുടെ വർക്കിംഗ് ആണ്. നമുക്ക് ഓൺ ചെയ്യാം. ഓക്കെ, വർക്കിംഗ് ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കണ്ടു വിചാരിക്കുന്നു. അതേപോലെ ഈ യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുക ചെയ്തത്. അഴിച്ച് നമ്മൾ സർവീസ് ചെയ്തപ്പോൾ റെഡി. എല്ലാം വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൽ എന്തോ സ്മാർട്ട് കീയുടെ ഇത് കാണിക്കണേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്മാർട്ട് കീയുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ അത് നമ്മൾ ECM ചെയ്യുന്നത് നമ്മളല്ല, വേറെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചെയ്യാറ്. അപ്പോൾ അവരെ കൊണ്ടത് ചെയ്യിക്കും.
റെഡിയാവും. ബാക്കിയെല്ലാം വർക്കിംഗ് പ്രോഗ്രസ്സിൽ നടക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇതിപ്പോൾ വണ്ടി വർക്കിംഗ് പ്രോഗ്രസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുക. സ്വിഫ്റ്റ് പെട്രോളാണ്, സ്റ്റാർട്ടായിട്ടില്ല. മിക്കവാറും ഇന്ന് തന്നെ സ്റ്റാർട്ടാവുന്നുള്ള രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇനി ഇപ്പോൾ ഫ്ലഡ് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കണോണ്ട്, ഇപ്പോൾ ഫ്ലഡ് വണ്ടി ആയത് സെക്കൻഡ് ഹാൻഡ് വണ്ടി നമ്മൾ എടുക്കണോണ്ട് കുഴപ്പം കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വണ്ടി ഫ്ലഡ് വണ്ടി നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വാഷിങ് കാര്യങ്ങളായാലും റീഫിറ്റിങ് കാര്യങ്ങളായാലും, ഇപ്പോൾ തുരുമ്പുള്ള ഭാഗത്ത് പ്രൈമർ കോട്ടൊക്കെ അടിച്ച് നല്ലൊരു രീതിയിലാണ് അത് ചെയ്തിട്ടുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെട്ട് എടുത്ത് പോയി, യാതൊരു കുഴപ്പമില്ല. എൻജിൻ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. പിന്നെ മണ്ണ് കയറിയിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ വഴി നല്ല തോതിൽ മണ്ണകത്തേക്ക് കയറിയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളൂ. കാരണം എൻജിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാം, ഹെഡ് ഗാസ്കറ്റ് പോവാം, അങ്ങനത്തെ കംപ്ലയിൻറ്റുകൾ ഭാവിയിൽ വരാം. പിന്നെ നോർമലായിട്ട് നമ്മൾ ഫ്ലഡ് വണ്ടിക്ക് വരുന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീൽ ബെയറിങ്സിന് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങാം. അതല്ല, പിന്നെ നമ്മൾ ക്ലച്ച് ഞാൻ വണ്ടികൾക്കൊന്നും മാറ്റിയിട്ടില്ല. കാരണം ആ ക്ലച്ച് തന്നെ നമുക്ക് കുറച്ച് കാലം ഓടിക്കാമെന്നുള്ള രീതിയിൽ അത് പണിത് കൊടുക്കുക ചെയ്തത്. അതല്ലെങ്കിൽ നമ്മൾക്കത് ആ ക്ലച്ചിൻ്റെ ലൈഫ് കുറവായിരിക്കും എങ്ങനെ വന്നാലും. ക്ലച്ച് ഏകദേശം ഒരു 15,000 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ അതിൻ്റെ ക്ലച്ച് നമ്മൾക്ക് മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും, വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഫ്ലഡ് വണ്ടി എടുക്കണോണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്, അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഫ്ലഡ് വണ്ടി നല്ല രീതിയിൽ വാഷ് ചെയ്ത വണ്ടികളായിരിക്കണം. ഉപ്പുരസം കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ബോഡിയുമേ പറ്റി പിടിച്ച് ഇരിക്കാൻ പാടില്ല. അപ്പം എല്ലാ സ്ഥലങ്ങളിലും കോർണറുകളിലും വാഷിങ് നല്ല രീതിയിൽ നടന്ന വണ്ടികളാണെങ്കിൽ ധൈര്യപ്പെട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങിയിട്ട് ഫുള്ളായിട്ട് അഴിച്ച് വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അപ്പോഴും ലൈഫും കാര്യങ്ങളും കിട്ടും.